ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമസ്കാരം. CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന കൂറ പാർട്ടിയുടെ ജനനവും പുതിയ ജൻസി മുന്നേറ്റവുമാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച. ഇപ്പോൾ ഈ മുന്നേറ്റത്തിന് കാരണമായത് രാജ്യത്തിലെ 3 പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ദയനീയമായ തകരാറുകളും പാളിച്ചകളുമാണെന്ന് നമുക്കറിയാം. ഇതിൽ ഒന്ന് CBSEയുടെ 12ാം ക്ലാസ് പരീക്ഷയാണ്. രാജ്യമൊട്ടാകെ 17,80,365 കുട്ടികൾ എഴുതിയ പരീക്ഷയാണിത്. കുട്ടികളുടെ ഉത്തരക്കടലാസ് നേരിട്ട് പരിശോധിക്കുന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനം. അതിന് പകരം അവ സ്കാൻ ചെയ്ത് PDF ഫയലാക്കി അത് മൂല്യനിർണ്ണയം നടത്തുന്ന പരിപാടി യാതൊരു മുന്നൊരുക്കവുമില്ലാതെ നടപ്പാക്കിയതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് പ്രതീക്ഷിച്ചതിലും വലിയ തോതിൽ മാർക്ക് കുറഞ്ഞ പല കുട്ടികൾക്കും ഒരു പുനർമൂല്യനിർണ്ണയത്തിന്, അതായത് റീവാല്യുവേഷന് വേണ്ടി അപേക്ഷിക്കാൻ ശ്രമിച്ചു. അവരാണ് ആ കുട്ടികളാണ് ഞെട്ടിയത്. യഥാർത്ഥത്തിൽ റീവാല്യുവേഷൻ അപേക്ഷിക്കണമെങ്കിൽ ഉത്തരക്കടലാസിൻ്റെ കോപ്പി വേണം. അതിനെന്ത് വേണം? അത് കിട്ടണമെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇപ്പോൾ പുതിയ നിയമം വെച്ച് ഓരോ വിഷയത്തിനും 100 രൂപ വെച്ച് അടക്കാനാണ് തീരുമാനിച്ചത്. 6 വിഷയങ്ങൾക്ക് 600 രൂപ വരും. ഭീകരമായ സാങ്കേതിക തകരാറുകൾ കാരണം ഇതിന് അപ്ലിക്കേഷൻ അടക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ. ഒടുവിൽ അവസാനം ഫീസ് അടച്ച് നോക്കിയപ്പോൾ അത് കുട്ടികൾക്ക് കിട്ടിയപ്പോൾ വീണ്ടും അവർ ഞെട്ടി. അവർക്ക് അവരുടെ ഉത്തരക്കടലാസ് അല്ല കിട്ടിയത്, മറ്റ് പലരുടെയും ഉത്തരക്കടലാസുകളാണ് കിട്ടിയത്. അത് തന്നെ സ്കാൻ ചെയ്തത് ഒട്ടും തെളിഞ്ഞിട്ടുമില്ല എന്നുള്ളത്, ക്ലിയർ അല്ല ആൻസർ പേപ്പർ. പിന്നെ എങ്ങനെയാണ് ശരിയായ മാർക്ക് കിട്ടുന്നത് എന്ന് കുട്ടികൾ സ്വാഭാവികമായും സംശയിക്കുമല്ലോ. ഒടുവിൽ ചില കുട്ടികൾ തന്നെ ഇതിൻ്റെ പിറകിൽ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ആ ചെറിയ സ്കൂൾ കുട്ടികളെ വിദേശചാരന്മാരും രാജ്യദ്രോഹികളുമായി ചിത്രീകരിക്കാൻ ചില ആളുകൾ ശ്രമിച്ചു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ സംഭവം 22,80,000 കുട്ടികൾ എഴുതിയ നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷയാണ്. അതിൻ്റെ ചോദ്യപേപ്പർ ചോർന്നതുകൊണ്ട് അത് റദ്ദാക്കി. പലതവണയായി ഇത് ആവർത്തിക്കുകയാണ്. മൂന്നാമത്തത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET. കേന്ദ്ര സർവകലാശാലകളടക്കം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളിലേക്കും കോളേജുകളിലേക്കുമുള്ള പ്രവേശനത്തിനുള്ള ഏതാണ്ട് 1.25 ലക്ഷത്തോളം കുട്ടികൾ എഴുതിയ പരീക്ഷയുടെ തുടക്കത്തിൽ തന്നെ സാങ്കേതിക പിഴവുകൾ വന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ കുറേ ബുദ്ധിമുട്ടുണ്ടായി. ഇനിയിപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇനി വീണ്ടും ആ പരീക്ഷ എഴുതേണ്ട സാഹചര്യമുണ്ടായി. ഇങ്ങനെ രാജ്യത്തെ പ്രധാനപ്പെട്ട 3 പരീക്ഷകളിലായി 42 ലക്ഷത്തോളം കുട്ടികളുടെ ഭാവിയാണ് തുലാസിലായത്. നിർഭാഗ്യവശാൽ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കേണ്ട നമ്മുടെ ഭരണാധികാരികൾ അവർക്കറിയാവുന്നതും ഏറ്റവും എളുപ്പത്തിൽ അവർക്ക് പ്രയോഗിക്കാവുന്നതുമായ അവരുടെ സ്ഥിരം ഫോർമുല ഉണ്ടല്ലോ, ഹിന്ദു, മുസ്ലിം, പാകിസ്ഥാൻ, രാജ്യദ്രോഹം, ഇങ്ങനെ ഈ വായ്ത്താരികൾ കൊണ്ട് ഈ പ്രശ്നത്തെയും മറികടക്കാമെന്നാണ് അവർ കരുതിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും കൂട്ടരും ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുന്നതോ പോട്ടെ, അത് പകരം അത്യന്തം പ്രകോപനപരമായ പ്രസ്താവനകളാണ് അവരിറക്കിക്കൊണ്ടിരുന്നത്. ജൻസി പ്രക്ഷോഭം ഒടുവിൽ തെരുവിൽ ആളിക്കത്തിയേക്കും എന്ന് തിരിച്ചറിഞ്ഞ് ഒടുവിൽ ഇപ്പോൾ 2-3 ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കി തടിയൂരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ കുളമായിരിക്കുന്ന ഈ പരീക്ഷകളുടെ പ്രത്യേകത, ഇതിൽ ഓരോന്നും ഓരോ കുട്ടിയുടെയും ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ പരീക്ഷയാണ് എന്നുള്ളതാണ്. വർഷങ്ങളുടെ കഠിനാധ്വാനം 8ാം ക്ലാസ് മുതൽ ഓരോ പരീക്ഷ എഴുത്തിനും പിറകിൽ കുട്ടികൾക്കുണ്ട്. എഴുതുന്ന ഓരോ കുട്ടിയുടെയും പിറകിൽ അവരുടെ മാതാപിതാക്കളുണ്ടാവുമല്ലോ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ, ചിലപ്പോൾ ബന്ധുക്കൾ, അധ്യാപകർ, അതോടൊപ്പം ചിലയിടത്തൊക്കെ ഒരു നാടൊന്നാകെ ഈ കുട്ടികളുടെ പിന്നാലെ ഉണ്ടാവും. പലപ്പോഴും ഈ പരീക്ഷകൾക്ക് വേണ്ടി അവർ 8ാം ക്ലാസ് മുതൽ തന്നെ ഇത് തയ്യാറെടുത്ത് തുടങ്ങുന്നതാണ്. അവർക്കിടയിലാണ് നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങളെക്കുറിച്ച് അവിശ്വാസമുണ്ടാക്കുന്ന, പരീക്ഷാ നടത്തിപ്പിനെക്കുറിച്ച് അവിശ്വാസമുണ്ടാക്കുന്ന പരിപാടികൾ ഒന്നിനു പിറകെ ഒന്നായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്.
വിദ്യാഭ്യാസവും ശാസ്ത്രബോധവുമുള്ള ഒരു തലമുറ വളർന്നു വരരുത് എന്ന് എല്ലാ കാലത്ത് തങ്ങളുടെ അന്ധവിശ്വാസ ജടിലമായ മതാധിഷ്ഠിത വർഗീയത തഴച്ചു വളരുന്നതിന് പാകപ്പെട്ട ഒരു ജനത മതി എന്നൊക്കെയുള്ള നിർബന്ധമുള്ള ആരൊക്കെയോ ഉള്ളതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ഉത്തരേന്ത്യയിൽ 10,000-കണക്കിന് സ്കൂളുകളാണ് അടച്ചുപൂട്ടുന്നത്, അല്ലെങ്കിൽ ബുൾഡോസർ വെച്ച് തകർക്കപ്പെടുന്നത്. അത് നിത്യ കാഴ്ചയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എങ്ങും ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെ ഉത്തരവാദപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിമാർ തന്നെയാണ് രംഗത്തിറങ്ങുന്നത്. അതൊരു അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ്. അതും നമ്മൾ കണ്ടു. ഓരോ പരീക്ഷകളുടെയും പിറകിൽ ഈ കഷ്ടപ്പാടും കഠിനാധ്വാനവും പ്രതീക്ഷയും ഒക്കെ, ആ സ്വപ്നങ്ങളും ഒക്കെ മനസ്സിലാകണമെങ്കിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന് ഇത് നിയന്ത്രിക്കുന്ന ആളുകൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ ഉള്ള പരീക്ഷകളെങ്കിലും ഒന്നുകിൽ എഴുതുകയോ അല്ലെങ്കിൽ അത് എഴുതി പാസ്സായ അനുഭവമോ ശീലമോ ഉള്ള ആളുകളാവണ്ടേ. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ലജ്ജയില്ലാതെ പ്രദർശിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് ഇതിലേറെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഈ രാജ്യത്തിൻ്റെ ഭാവി ഏത് രീതിയിലാണ്, എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആശങ്ക ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഈ ജെൻസി എന്ന് പറയുന്ന പുതിയ കൗമാരക്കാരുടെ ഈ യുവതലമുറ തെരുവിലിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും നടത്തണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.